ഓസ്ട്രേലിയയിൽ കാണാതായ ആണവ വികിരണ ശേഷിയുള്ള സീഷ്യം 137 അടങ്ങിയ ലഘു ഉപകരണം കണ്ടെത്തി. ന്യൂമാനിയയിലെ റയോ ടിന്റോ ഒരു ഇരുമ്പ് ഖനിയിൽ നിന്ന് 1400 കിലോമീറ്റർ അകലെ പെർത്ത് നഗരത്തിലെ സ്റ്റോറിലേക്ക് ട്രക്കിൽ കൊണ്ടുപോയ ഗുളിക വലുപ്പത്തിലുള്ള ഉപകരണമാണ് കഴിഞ്ഞ മാസം 10-ന് കാണാതായത്. ന്യൂമാനിന് തെക്കുമാറി ഗ്രേറ്റ് നോർത്തേൺ ഹൈവേയിൽ ആണവ വികിരണ വസ്തുക്കൾ കണ്ടെത്താനുള്ള ഡിക്ടറുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിലാണ് ഉപകരണം കണ്ടെത്തിയത്. അയിരിൽ ഇരുമ്പിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗേജ് യാത്രക്കിടെ ട്രക്കിൽ നിന്ന് തെറിച്ചുപോയതെന്നാണ് കരുതുന്നത്. ഉപകരണത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ലെന്നും മുഖ്യ ആരോഗ്യ ഓഫീസർ ആൻഡി റോബർട്ട്സൺ പറഞ്ഞു. ഉപകരണം ട്രക്കിൽ നിന്ന് വീണത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ആണവായുധത്തിന്റെ സ്വഭാവം ഇതിനില്ലെങ്കിലും കയ്യിലെടുക്കുകയോ സമീപത്ത് ഏറെ നേരം കഴിയുകയോ ചെയ്യുന്നവർക്ക് ത്വക്ക് രോഗങ്ങളും ദഹന പ്രതിരോധ വ്യവസ്ഥകളിൽ പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ദീർഘകാലം സമ്പർക്കം തുടർന്നാൽ ക്യാൻസറിന് കാരണമാകാം. ഇതിൽ നിന്നുള്ള വികിരണ ശേഷി 24 മണിക്കൂറിൽ 10 എക്സ്റേയ്ക്ക് തുല്യമാണ്. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.